ഹലോ, വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ ഡിയർ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇന്ന് ക്ലാസ് 9th ഹിന്ദി ചാപ്റ്റർ 1 അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? ചട്പടും നട്കടും ദോനോ ബായാം അല്ലേ? ചട്പട് ആരാണ്? എൽഡർ ബ്രദറാണ്. നഡ്ഗഡ് യങ്ങർ ബ്രദർ അല്ലേ, ചോട്ടയാണ്. അപ്പോൾ എന്താണ് അവർ ചെയ്തത്? നഡ്കഡ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞ ഭാഗം എന്താണ്? നദിയിലൂടെ അല്ലേ, അവന് ഒരു കാഗസ് പേപ്പറിൻ്റെ തോണി ഉണ്ടാക്കി നദിയിൽ ഒഴുക്കി വിടാൻ വേണ്ടി നദിയുടെ കരയിലോട്ട് പോയി അല്ലേ. അപ്പോൾ അറിയാതെ കാൽ തെന്നി നദിയിലൂടെ ഒഴുകിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ചട്പട് ഇതൊക്കെ എവിടെ? അതിൻ്റെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുകയായിരുന്നു അല്ലേ. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. चटपट को तैरना आता था. उसने चढ़ अपना बस्ता पीठ से उतरकर पुल की मुंडेर पर रखा और नदी का कूद पड़ा. എന്താണ്? ചട്പട് കോ തൈർന ആതാദ, തൈർന നീന്തൽ, നീന്തൽ അറിയാം. ഉസ്നെ ചഡ് അപ്പന ബസ്ത പീഠ് സെ ഉത്താർക്കർ, ബസ്ത എന്ന് വെച്ചാൽ ബാഗ്, ഉത്താർക്കർ എന്ന് വെച്ചാൽ അയച്ചു മാറ്റി. ഓക്കെ, അവൻ്റെ ബാഗ് അയച്ചു മാറ്റി. പുൽ കി മുണ്ടേർ, പുൽ പാലം, കി മുണ്ടേർ പാലത്തിൻ്റെ കൈവരി, കൈവരിയിൽ വെച്ചു. പരഖ ഓർ നദിക്ക് നദി കൂദ് പട, നദിയിൽ എടുത്ത് ചാടി. ഓക്കെ, പാലത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ എടുത്ത് ചാടി, കാരണം ഇവനക്ക് നീന്തൽ അറിയാം അല്ലേ. ദോടി ധൂർ തൈർനെ കെ ബാദ് ഹി ഉസ്നെ നഡ്ഖഡ് കോ പകഡ് ലിയ. അപ്പോൾ കുറേ സമയം നീന്തി കഴിഞ്ഞിട്ടാണ് ഇവന് നഡ്ഖഡിനെ പകഡ് ലിയ, പിടിക്കാൻ പറ്റിയത്. കാരണം അവന് ഒരുപാട് ദൂരം എത്തിക്കഴിഞ്ഞിരുന്നു ഓൾറെഡി അല്ലേ. ഓർ കിനാരെ പർലേ ആയ, എന്നിട്ട് അവനെ എടുത്ത് നദീൻ്റെ കിനാരെ സൈഡിലേക്ക് എടുത്തു കൊണ്ടുവന്നു. ചട്പട് കോ ഇത്ന ഗുസ്സ ആ രഹാ താ കി നഡ്ഖഡ് കോ ദോ ചപ്പട് ലഗായെ. അപ്പോൾ ഈ ബായിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ചട്പടിന് ഭയങ്കരമായിട്ട് ഗുസ്സ, ദേഷ്യം വന്നു. അവന് വിചാരിച്ചു ഇവന് 2 ചപ്പട് ലഗായെ, 2 അടി കൊടുത്താലോ. ഓക്കെ, ചപ്പട് ലഗായ എന്ന് വെച്ചാൽ അടി കൊടുക്കുക, 2 അടി കൊടുക്കാൻ വിചാരിച്ചു. पर नडखड इतना डरा और घबराया हुआ था. പക്ഷേ നഡ്ഖഡ് ആണെങ്കിലോ ഇത്തിന ഡര, ഡര എന്ന് വെച്ചാൽ ഭയങ്കര പേടിച്ചിട്ടും ഓർ ഗബ്രായ അല്ലേ, അവന് ഭയങ്കര ഈ അറിയാതെ വെള്ളത്തിൽ കാല് വഴുതി വീഴുന്ന അവന് ഭയങ്കര എന്താണ്, പേടിയോടെ അല്ലേ, പേടിച്ചിട്ടും എന്താണ് അവന് ഗബ്രായ ഹുവ ദ ഖി ഉസേ ചോട്ടെ ബായി പർ പ്യാർ ആ ഗയ. അപ്പോൾ അവനെ അങ്ങനെ വിഷമിച്ചിട്ടും ഭയങ്കര പേടിയോടെയും കണ്ടിട്ട് ഈ ബഡാ ബായിക്ക് അവനോട് പ്യാർ ആയ, പ്യാർ എന്ന് വെച്ചാൽ സ്നേഹം അല്ലേ, സ്നേഹം തോന്നി. उसने नडखड का हाथ पकड़े पकड़े उसका बस्ता उड़ाया और पुल तक पहुंचने वाली चढ़ाई चढ़ने लगा. ഓക്കെ, അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനോട് സ്നേഹം തോന്നി. ഉസ്നെ നഡ്ഖഡ് കാ ഹാത്ത് പക്കടെ പക്കടെ, അവൻ്റെ കൈ പിടിച്ചിട്ട് ബസ്ത ഉഠായ, അവൻ്റെ ബാഗ് എടുത്തു. ഓക്കെ, ഓർ പുൽ തക് പहुंचाने वाली ചടായ ചഡ്നെ ലഗ, ആ പാലം കയറാനുള്ള കയറ്റം കയറാൻ തുടങ്ങി. പുൽ पर पहुंचा ही था कि नडखड अचानक खाला और रोना लगा. അപ്പോൾ പുൽ പാലത്തിൻ്റെ മുകളിലേക്ക് അവരെത്തി. ഓക്കെ, എത്തിയ ഉടനെ തന്നെ നഡ്ഖഡ് അച്ചാനക് ഗലാ ഫാട്ട് അലറി കരയാൻ തുടങ്ങി. റോനയിലക കരയുക. ഓക്കെ, ചട്പട് ने कहा अब तो तुम वह जाने से बच गए हो फिर क्यों रो रहे हो. अब तो तुम वह जाने से बच गए, നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടില്ലേ. ഫിർ ക്യോം റോ രഹിയെ, പിന്നെ എന്തിനാണ് കരയുന്നത്? റോ, കരയുക. ഓക്കെ, नडखड ने रोते रोते कहा तुम घर जाकर माँ से मेरी शिकायत करेंगे.
അപ്പോൾ എന്തിനാണ് ഇവന് കരയുന്നത്? ഇവനക്കൊരു പേടിയാണ്. എന്താണ്? തൻ്റെ ബ്രദർ വീട്ടിലെത്തി അമ്മയോട് പരാതി പറയില്ലേ? അപ്പോൾ അവനത് ചോദിച്ചു അല്ലേ, നീ വീട്ടിലെത്തി ഗർ ജാക്കർ മാസെ അമ്മയോട് മേരി ഷിക്കായത്ത് കരോഗെ, എൻ്റെ പരാതി പറയില്ലേ, എന്നെക്കുറിച്ച് പരാതി പറയില്ലേ എന്ന് ചോദിച്ചു. അഗർ നാ കറുത്തോ, അപ്പോൾ പറഞ്ഞു അഗർ പറഞ്ഞില്ലെങ്കിലോ? तो जो कहो नडकड़ का रोना बंद हो गया. അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഉടനെ തന്നെ എന്ത്, നടുക്കടിൻ്റെ ഈ ഒച്ചത്തിലുള്ള നിലവിളി, കരച്ചിൽ സ്റ്റോപ്പായി. ഓക്കെ. ചടപ്പട് പറയാണ്, മുझे കാഗസ് കി നാവ് ബനാനാ നഹീ ആതി, പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയില്ല. തും സിഖാ ദോഗെ, നീ എന്നെ പഠിപ്പിക്കുമോ? അപ്പോൾ അവന് പറഞ്ഞു, ഹാ ഉസ്മേ ക്യാ ഹേ, അതിനെന്താ, ഞാൻ പഠിപ്പിക്കാലോ. നഡ്ഖഡ് കുഷ് ഹോക്കർ ബോല, നഡ്ഖഡ് കുഷ് സന്തോഷമായി, ഹോക്കർ ബോല കുഷ് സന്തോഷമായിട്ട് പറഞ്ഞു. പർ മുझे തൈർന നഹീ ആതാ തും സിഖാ ദോഗെ. അപ്പോൾ ചോട്ടെ ബായി ചോദിച്ചു, എനിക്ക് തൈർന വെച്ചാൽ എന്താണ്, നീന്തൽ അല്ലേ, എനിക്ക് നീന്തൽ അറിയില്ല. നഹീ ആതാ തും സിഖാ ദോഗെ, നീ എന്നെ പഠിപ്പിക്കുമോ? അപ്പോൾ അവനും പറഞ്ഞു, ഹാ ഉസ്മേ ക്യാ ഹേ, അവനും പറഞ്ഞു ശരി പഠിപ്പിക്കാം, അതിനെന്താ. ചട്പടിനെ മുസ്കുരാത്തെ ഹുയെ നടുക്കട് കോ ശബ്ദവും കി നക്കൽ കി. നക്കൽ എന്ന് വെച്ചാൽ അനുകരിക്കുക. ഇവന് പറഞ്ഞില്ലേ സിഖാദോങ്കെ എന്ന് ചോദിക്കുമ്പോൾ ഹാ ഉസ്മേ ക്യാ ഹേ, അതേ ശബ്ദത്തിൽ തന്നെ ആര് നടുക്കടുക്കോ ശബ്ദം കി നക്കൽ, അവൻ്റെ അതേ ശബ്ദത്തിൽ തന്നെ ചടപ്പടും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ദോനോ ബായി ഹസ്പടേ, രണ്ടാളും ചിരിച്ചു അല്ലേ. അവർക്ക് രണ്ടാൾക്ക് തമാശ ഇങ്ങനെ കേട്ട പോലെ ചിരിച്ചു. लेकिन चटपट ने नडकड़ का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपने बस्ता उठाया. ഓക്കെ. അപ്പോൾ ഇവനെ ലേക്കിൻ ചട്പടിനെ നടുക്കടുക്ക ബസ്ത എന്ന് വെച്ചാൽ ബാഗ് അല്ലേ, ബാഗ് അവൻ്റെ പുറകിലുണ്ടായിരുന്ന, അവനാണ് നേരത്തെ ബാഗ് എടുത്തിട്ടുണ്ടത് അല്ലേ, ആ ബാഗ് പക്കടാക്കർ പുൽക്കെ മുണ്ടേർ പർസെ, അതെടുത്തിട്ട് നേരത്തെ അവൻ്റെ ബാഗ് എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പാലത്തിൻ്റെ കൈവരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, അതെടുത്തു. എന്നിട്ട് തോ ഏകദം ചിന്തിത് ഹോക്കർ പോല, എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഹരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയി ഹേ. നമ്മുടെ രണ്ടുപേരുടെയും പെട്ടെന്ന് ഇങ്ങനെ അവർ ആലോചിച്ചു അല്ലേ, രണ്ടുപേരും ബാഗൊക്കെ എടുത്ത് പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും കപ്പടെ ഡ്രസ്സ് എന്താണ്, നനഞ്ഞിട്ടാണുള്ളത് അല്ലേ. ഭീഗയ്യ, രണ്ടുപേരും കുളത്തുനിന്ന് അവന് വേണം, അപ്പോൾ ഇവൻ രക്ഷിക്കാനൊക്കെ പോയപ്പോൾ രണ്ട് ഡ്രസ്സൊക്കെ നനഞ്ഞു അല്ലേ. ഹമേ ഭീഗോം കപ്പടെ ദേക്ക് മാ പൂച്ചെങ്കി തോ ക്യാ കരേഗ. നമ്മുടെ ഈ നനഞ്ഞ വസ്ത്രത്തിൽ അമ്മ കണ്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഹാ ബഡേ അബ്. അപ്പോൾ ബഡേ അപ്പോൾ ചോട്ടെ പറയണ അതെ, അപ്പോൾ എന്ത് ചെയ്യും? നടുക്കടിനെ ഏക് ഫൽ സോച്ച ഓർ ബോല. അപ്പം നടുക്കടി ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ച് പറഞ്ഞു, ആവോ ദൗഡ് ലഗ്തേ ഹേ കപ്പടെ അപ്പനെ ആപ് സൂഖ് ജായേഗി. എന്താണ്? നമുക്ക് ഓടാം, ഓടുമ്പോൾ അപ്പനെ ആപ്സേ കപ്പടെ അപ്പനെ ആപ്സേ സൂഖ് ജായെങ്കിൽ അത് തന്നെ ഉണങ്ങിക്കോളും അല്ലേ. ഇങ്ങനെ ഓടുമ്പോൾ ആ ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് അത് ഡ്രൈ ആയിക്കോളും. യഹ് ടീക് ഹേ. ചട്പടിനെ അപ്പന ബസ്ത പീഡ് പർ ടാങ്തേ ഹുയെ കഹ എന്ന് വെച്ചാൽ പീഡ് പർ ടാങ്തേ എന്ന് വെച്ചാൽ പുറകിൽ ഇങ്ങനെ ഇട്ടു അല്ലേ, ബാഗ് പുറകിൽ ഇട്ടു. അന്നേരം നടുക്കടിനെ ബി അപ്പന ബസ്ത പീഡ് പർ ടാങ് ലിയ. അപ്പോൾ നടുക്കടും അവൻ്റെ പുറകിൽ ബാഗ് ഇങ്ങനെ ഇട്ടു അല്ലേ. ഓർ ചട്പട് കെ ബരാബർ ഖഡേ ഹോക്കർ ദൗഡ് ഷുഡു കർനെ അന്താസ് മേ ബോല. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ ഒന്നിച്ച് റെഡിയായിട്ട് ഓടാൻ റെഡിയായിട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് പറഞ്ഞു ഏക് ദോ തീൻ ദോനോ ദൗഡ് പടേ. 1 2 3 അവർ രണ്ടാളും ഓടാൻ തുടങ്ങി. ആകെ പീച്ചേ, ഒരാൾ മുമ്പിലും പിറകിലുമായിട്ടാണോ? അല്ല. ഏക് ദൂസരേ കാ ഹാത്ത് പക്കടേ സാത്ത് സാത്ത്. രണ്ടുപേരും ഒന്നിച്ച് കായ പിടിച്ച് ഒന്നിച്ച് ഓടാൻ തുടങ്ങി. സർദിയാം അബി ശുരു നെഹി ഹുയി ദി മോസം സാഫ് ദ. സർദിയാം എന്ന് വെച്ചാൽ തണുപ്പ്. ഓക്കെ, തണുപ്പ്. അബി ശുരു നെഹി ഹുയി ദി. ശുരു എന്ന് വെച്ചാൽ ഇപ്പോൾ അബി ശുരു നഹി ഹുയിദി, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, തണുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മോസം സാഫ് ദ, കാലാവസ്ഥ നന്നായിരുന്നു, വളരെ നല്ല കാലാവസ്ഥയായിരുന്നു. സാഫ് എന്ന് വെച്ചാൽ വൃത്തി എന്നാണ് അർത്ഥം. പക്ഷേ ഇവിടെ നമ്മളിത് രണ്ടും മോസം സാഫ് ദ എന്ന് പറയുമ്പോൾ നമുക്ക് കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു എന്ന് പറയാം.
ഓക്കെ. ചട്ക്കീലി ധൂപ്പ് നിക്കലി ഹുയി ദി. ധൂപ്പ് എന്താണ്? ധൂപ്പ് എന്ന് വെച്ചാൽ വെയിൽ. അപ്പോൾ ചടുക്കീലി എന്ന് വെച്ചാൽ തിളങ്ങുന്ന വെയിൽ. നിക്കലി ഹുയിദി, നല്ല തിളങ്ങുന്ന വെയിലുണ്ടായിരുന്നു. ഓക്കെ, നല്ല വെയിലായിരുന്നു. ധോനും ബായി മസേമേ ദൗഡ്തേ ചലേ ഹുയി. രണ്ട് ബായിയും നല്ല മസേന്ന് വെച്ചാൽ ആനന്ദത്താൽ, ഓക്കെ, സന്തോഷത്താൽ ആനന്ദത്താൽ തുള്ളി ദൗഡ്തേ ചലേ ഹുയെ, ഓടി പോവുകയായിരുന്നു അല്ലേ. നാല പാർക്കിയ, പാർക്കിയ എന്ന് വെച്ചാൽ മറികടന്നു. ഓക്കെ, നാല തോട് മറികടന്നു. ബാഗ് പാർക്കിയ, തോട്ടത്തെയും കടന്നു. ഗേത്ത് പാർക്കിയ, ഗേത്ത് എന്ന് വെച്ചാൽ വയൽ അല്ലേ, വയലും കടന്നു. ബർഗദ് കോബി പീച്ചെ ചോദിയ, ബർഗദ് മരം, ആൽമരവും കഴിഞ്ഞു അവർ കുറേ ഓടി. ലേക്കിൻ പോക്കർ തക് പഹുഞ്ചത്തെ ദോനും തക് ഗയി ഓർ റുക് ഗയി. പോക്കർ എന്താണ്? കുളം അല്ലേ. കുളത്തിനടുത്തെത്തിയപ്പോഴേക്കും ധോനോ തക്കൈ, രണ്ടാളും ക്ഷീണിതനായി അല്ലേ. അങ്ങനെ റുക്കൈ, അവിടെ അവർ നിന്നു. കപ്പടെ സുഗൈ ചോട്ടെ ചട്പട്നെ ഹാംത്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയെ കഹ. കപ്പടെ സുഗൈ, സുഗേ എന്ന് വെച്ചാൽ വസ്ത്രം ഉണങ്ങി. ചോട്ടെ കുഞ്ഞനുജ, നമ്മുടെ വസ്ത്രം ഉണങ്ങി അല്ലേ. ചട്പട്നെ ഹാംഫ്തേ ഹുയെ, ഹാംഫ്തേ എന്ന് വെച്ചാൽ ഇങ്ങനെ കിതച്ചുകൊണ്ട്, അവർ കുറേ ദൂരം ഓടി വരികയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ കിതച്ച് പറയാണ്. ലേക്കിൻ ഖുഷ് ഹോത്തേ, അവർക്ക് സന്തോഷമായി, കാരണം ഡ്രസ്സ് ഉണങ്ങി അല്ലേ. ബഡേ ബാക്കഹി, ബാക്കഹി എന്ന് വെച്ചാൽ വാസ്തവത്തിൽ നമ്മുടെ ഡ്രസ്സ് ഉണങ്ങി അല്ലേ. കപ്പടെ തോ സുഗൈ, ഡ്രസ്സ് ഉണങ്ങി. നഡ്ഗഡ്നെ ബി ഖുഷ് ഹോക്കർ കഹ, അവൻക്കും സന്തോഷമായി, നഡ്ഗഡിനും സന്തോഷം. തബി നഡ്ഗഡ് കോ പോക്കർ കിനാരെ ഏക്ക് ചിക്കനി ഗിട്ടി ദിക്കായി പടി. ഓക്കെ, അപ്പോൾ എന്താണ്, കുളത്തിനടുത്ത് നഡ്ഗഡിന് എന്താണ്, കുളത്തിനടുത്തെത്തിയപ്പോൾ അവർക്ക് എന്ത് കണ്ടു? ചിക്കിനി കിട്ടി. ചിക്കിനി എന്ന് വെച്ചാൽ തിളങ്ങുന്ന, ഗിട്ടി കല്ല്. ഓക്കെ, ഒരു കല്ലിൻ്റെ ചെറിയ കഷ്ണം. ദിക്കായി പടി, അവിടെ നിന്ന് കിട്ടി. നഡ്ഗഡിനെ ഉസേ ഉഠാലിയ, നഡ്ഗഡ് അത് കയ്യിലെടുത്തു. ഉഠാലിയ. ഓർ तिरछे होकर उससे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. എന്താണ് അപ്പോൾ നഡ്ഗഡ് എന്ത് ചെയ്തു? ആ കല്ല് കയ്യിലെടുത്തു അല്ലേ, ഗിട്ടി കയ്യിലെടുത്തു. എന്നിട്ട് തിർച്ചേ ഹോക്കർ ഉസേ ഇസ് തരഹ് ഫേക്ക. തിർച്ചേ ഹോക്കർ എന്ന് വെച്ചാൽ അതിനെ ഒരു പ്രത്യേക ശൈലിയിൽ ഇസ് തരഹ് ഫേക്ക, എറിഞ്ഞു. ഫേക്ക എന്ന് വെച്ചാൽ എറിയുക. ഓക്കെ, കി ഗിട്ടി പാനി കി സത്തഹ് പർ ഉച്ചൽത്തി ഓഹി. അപ്പോൾ അങ്ങനെ അവനൊരു പ്രത്യേക ശൈലിയിൽ എറിഞ്ഞപ്പോൾ അത് വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ, ഉച്ചൽത്തി പാനിക്ക് സത്തഹ് എന്ന് വെച്ചാൽ ഉപരിതലത്തിൽ. ഓക്കെ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ ഉച്ചൽത്തി ഓഹിയെ ദൂർ തക് ചലി ഗയി. അതിങ്ങനെ വളരെ ദൂരം സഞ്ചരിച്ചു ഉപരിതലത്തിലൂടെ. ഓക്കെ, ദേക്കാ ഥേക്കി ചട്പടിനെ ബി ഏക്ക് ഗിട്ടി ഉടാക്കർ ഫേക്ക് ദി. അപ്പോൾ ഇത് കണ്ട ചട്പടും എന്ത് ചെയ്തു? ഒരു ഗിട്ടി എടുത്തിട്ട്, ഒരു കല്ലിൻ്റെ ചെറിയ കഷ്ണം എടുത്തിട്ട് അവനും ഇതേപോലെ എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി പാനി മേ ഏക്ദം ഖുഡുബ് ഹോ ഗയി. എന്താണ്? അപ്പോൾ അനിയന് ചോട്ടാബായി ഇങ്ങനെ ഒരു കല്ലെടുത്ത് വെള്ളത്തിൻ്റെ എറിഞ്ഞപ്പോൾ വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച് വളരെയധികം നേരം സഞ്ചരിച്ച് എടുത്തി അല്ലേ. അപ്പോൾ ഇത് കണ്ട ബ്രദറും എന്ത് ചെയ്തു? അങ്ങനെ ഒരു ഗിട്ടി എടുത്തിട്ട് എറിഞ്ഞു ഇവനെ കണ്ടപ്പോൾ. പക്ഷേ എക്ദം പാനിമേ ഖുഡുബ് ഹോ ഗയി എന്ന് വെച്ചാൽ അത് അപ്രത്യക്ഷമായി അല്ലെങ്കിൽ മുങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ ചോട്ടെ ചോദിക്കുകയാണ്, ബഡേ തുംകോ ഗിട്ടി പയർന നെഹി ആത്ത. പയറാന, നിനക്ക് ഇങ്ങനെ എന്താണ് പയറാന എന്ന് വെച്ചാൽ ഈ കല്ലിന് ഇങ്ങനെ ഒരു പ്രത്യേക ശൈലി എറിയുക. ഓക്കെ, അത് നിനക്ക് അറിയില്ലേ? അപ്പോൾ ചോട്ടെ തും സിക്കാ സക്തേ ഹോ. എനിക്കറിയില്ല, നീ എന്നെ പഠിപ്പിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോട്ടെ പറഞ്ഞു, ക്യോ നെഹി അബീലോ. എന്തുകൊണ്ട് പഠിപ്പിക്കില്ല, അതാ ഇപ്പം തന്നെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നഡ്ഗഡിനെ ധ്യാൻ സേ നീച്ചെ ദേക്കർ ഏക് ഗിട്ടി ഉഡാഹി. അവന് നല്ല ഇങ്ങനെ നിലത്തിരിക്കുന്ന കുറേ കല്ലിൻ്റെ കഷ്ണങ്ങളിൽ ഏറ്റവും ചെറിയൊരു കഷ്ണം എടുത്തു. എന്നിട്ട്
ഓർ ചട്പട് ദിഖാത്തെ ഊഹേ ബോല. എന്നിട്ട് ചട്പടിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്ത്, ആ ഗിട്ടി ഏസി ലോ ജോ ജ്യാദാ ഭാരി ഓർ ഖുർതുരി നാ ഹോ. എന്നിട്ട് അവനൊരു ഒരു ചെറിയ കല്ലിൻ്റെ കഷ്ണം എടുത്ത് പറയാണ്, ഗിട്ടി ഏസിലോ, ഇങ്ങനെയുള്ള കല്ലാണ് എടുക്കേണ്ടത്, ജോ ജ്യാദാ ഭാരി ഓർ ഗുർദുരി നെഹി ഹെ നാ ഹോ. എന്താണ് ജ്യാദാ ഭാരി, അധികം വെയിറ്റ് ഇല്ലാത്തതാവണം. ഓക്കെ, വെയിറ്റ്ലെസ് ആയിരിക്കണം. ഓർ ഗുർദുരി എന്ന് വെച്ചാൽ പരുപരുത്തത് ആവരുത്. ന ഹോ, അങ്ങനെയുള്ളത് ആവരുത്, നല്ല മിനുസമുള്ളതായിരിക്കണം. ഹൽക്കി ഓർ ചിക്കിനി ഹോത്തി ഹേ, നല്ല മിനുസമുള്ളതും ചെറിയതുമായിരിക്കണം. ഓർ ഉസേ ഇസ് തരഫ് ഫേക്കോ, എന്നിട്ട് അതിനെ ഇങ്ങനെ എറിയുക. അങ്ങനെ നേരത്തെ അവൻ എറിഞ്ഞ പോലെ ഒരു പ്രത്യേക ശൈലിയിൽ അതിനെ എറിഞ്ഞു. ലേക്കിൻ അബ് തക് ചട്പട് കാ ധ്യാൻ ഭട് ചുക്കാ ഹേ. അപ്പോൾ പക്ഷേ ചട്പട് അവന് പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശ്രദ്ധ വേറെ എവിടേക്കായിരുന്നു. വഹ് പോക്കർ കെ പാനി പർ തൈർത്തി ബതഖോം കോ ധ്യാൻ സേ ദേഖ് രഹാ താ. അപ്പോൾ അവൻ എന്ത് ചെയ്യായിരുന്നു, പർ തൈർത്തി, കുളത്തിൽ നീന്തി തുടിക്കുന്ന ബതഖോം എന്ന് വെച്ചാൽ ഡക്ക് അല്ലേ, താറാവുകളെ നോക്കി നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഒരു കഹാനി, ഒരു സ്റ്റോറി എൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ചോട്ടേ ബായി നല്ലൊരു നിരീക്ഷണ പാഠവുമുള്ള കുട്ടിയാണല്ലേ അല്ലേ, നമുക്കെന്ത് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇത് കഹാനി കെ പാത്രോം കി വിശേഷത ഹേ പഹ്ചാനെ സഹി മിലൻ കരെ. അപ്പോൾ ഇവിടെ 2 നഡ്ഖഡ് ഓർ ചട്പട്ടിൻ്റെ ക്യാരക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ പഹചാൻ കരോ. കാഗസ് ഗി നാവ് ബനാന ആത്ത. ആർക്കാണ് കാഗസ് ഗി നാവ് ബനാന ആത്ത, കടലാസ് കൊണ്ട് തോണി ഉണ്ടാക്കാൻ അറിയുന്നത്? നഡ്ഖഡ് അല്ലേ, നഡ്ഖഡ് കോ കാഗസ് ഗി തോണി. നദി മേ തൈർന ആത്ത, അതാർക്കാണ്? ബ്രദറിനാണല്ലേ, ചട്പട്. ബാഗ് സെ ആം തോടുത്താ ഹേ, ആരാണ് തോട്ടങ്ങളിൽ നിന്ന് ആ മാമ്പഴങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കുന്നത്? നഡ്ഖഡ്. മാസെ ശിക്കായത് കർത്താ ഹേ, കോൻ മാസെ ശിക്കായത് കർത്താ ഹേ? ചട്പട് അല്ലേ. ദെൻ ബർഗദ് കി ചെടേം പക്കഡ്കർ ചൂല ചുൽത്താ ഹേ, ആരാണ് ആൽമരത്തിൻ്റെ ഇതിലൂടെ ഊഞ്ഞാലാടുന്നത്, അതിൻ്റെ വള്ളികളുടെ? നഡ്ഖഡ്. ചോട്ടേക്ക ഹാത്ത് പക്കഡ്കർ ദൗഡ്താ ഹേ, ചോട്ടയെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ചട്പടായിരിക്കും അല്ലേ. ചോട്ടേക്ക ഹാഡ് അല്ലേ, ചോട്ടേൻ്റെ കൈയും പിടിച്ചിട്ട് ദൗഡ്താ ഹേ, ഓടുന്നത് ആരാണ്? നെക്സ്റ്റ്, കഹാനി സി ശബ്ദ് ചോടെ ചുനെ അപ്പനെ വാക്യമേ പ്രयोग करे. അപ്പോൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബായി ഓർ മേ സാത്ത് സാത്ത് പഠിത്തേ ഓർ സാത്ത് സാത്ത് ഹി ഗേൽത്തേ ഹേ. അപ്പോൾ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഒരേപോലെ ഇങ്ങനെ സാത്ത് സാത്ത് എന്ന് വരുന്ന ഇത്. അപ്പോൾ ഇതേപോലെ പാഠഭാഗത്ത് നിന്ന് വേറെയും നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്യാനാണ്. ഓക്കെ, ബായി ഓർ മേ സാത്ത് സാത്ത് പഠിത്തേ ഓർ സാത്ത് സാത്ത് ഹി ഗേൽത്തേ ഹേ. അപ്പോൾ അത് ചെയ്യാം. നെക്സ്റ്റ്, चड़पड़ को तैरना आता है, नड़कड़ को नाव बनाना आता है, लिखोम आपको क्या क्या आता है? ചട്പടിന് നീന്താൻ അറിയാം, നടുക്കടിന് നാവ് ബനാന കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയാം, ലിഖോം ആപ്കോ ക്യാ ക്യാ ആത്താ ഹേ, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അപ്പോൾ ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മുജെ സൈക്കിൾ ചലന ആത്താ ഹേ, എനിക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? അത് താഴെ എഴുതാം. ഓക്കെ, സഹി പ്രതാപ് ചുൻകർ ലിഖോം. അപ്പോൾ ഇവിടെ ഒരു 5 വാക്യം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പാഠഭാഗത്ത് നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാം. ദോനോ ഭായി അപ്പനി ഗാവ് കെ സ്കൂൾ മേ പഠിത്തേ ഹേ. 2 ഭായും അവരുടെ ഗ്രാമത്തിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇസ് ഇറ്റ് റൈറ്റ്? നോ, അവർ മറ്റൊരു ഗ്രാമത്തിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. നെക്സ്റ്റ്, നടുക്കട് കോ ഗിട്ടി പൈരാന ആത്താ ഹേ. നടുക്കടിന് ആ കല്ല് ഒരു പ്രത്യേക രീതിയിൽ വെള്ളത്തിലൂടെ എറിയാൻ അറിയാം അല്ലേ. ഇസ് ഇറ്റ് റൈറ്റ്? അത് ശരിയാണ് അല്ലേ. നടുക്കട് ഹമേഷ റോത്തേ ഹുയേ സ്കൂൾ ഹാത്താ ഹേ. നടുക്കട് എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് സ്കൂളിൽ പോയിരുന്നത്. ആണോ? അല്ലല്ലോ, അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അവന് പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ സംഭവം നോക്കുന്നുണ്ട്. അപ്പോൾ ദിസ് ഓൾസോ റോങ്.
നെക്സ്റ്റ് ബഡാ ബായി പാഞ്ചുവി കക്ഷാമേ പഠിത്താ ഹെ. ബഡാ ബായി പാഞ്ചുവിയിലാണ്, 5ാം ക്ലാസ്സിലാണ്, 5th സ്റ്റാൻഡേർഡ്. റൈറ്റ്. चटपट को स्कूल के रास्ते में कई बार चोटे का इंतज़ार करना पड़ता है. അല്ലേ, സ്കൂളിൽ പോകുന്ന വഴിയിൽ ബഡേ ചട്പടിന് നടുക്കടിന് ഇങ്ങനെ കുറേ മുമ്പിലെത്തുമ്പോഴും ഇന്തസാർ അവന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റൈറ്റ് നാ? യാ, ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അനുഭവ് भांडो. चटपट और नटखट एक दूसरे को नाव बनाना और नदी में तैरना सिखाने का बात करते हैं. इसी प्रकार का आपका कोई अनुभव बांटो. എന്താണ് അപ്പോൾ ചട്പട് നടുക്കടിന് നീന്താൻ പഠിപ്പിക്കാൻ പറഞ്ഞു അല്ലേ, തൈർന. അപ്പോൾ നടുക്കട് അവൻക്ക് നാവ് ബനാന, കാഗസ് എന്താണ് തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവമുണ്ടോ, നിങ്ങളുടെ ബ്രദേഴ്സ് തമ്മിൽ നിനക്ക് ഞാനത് പഠിപ്പിക്കാം, നീ എനിക്കിത് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അനുഭവമുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതാനാണ്. ഓക്കെ. അപ്പോൾ बड़े को तो छोटे का ध्यान रखना ही पड़ता है. माँ के इस कदर से आप क्या समझते हैं? എന്താണ് അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് നോക്കാം. माँ के इस कदम से यह समझा आता है कि बड़े भाई का कर्तव्य होता है कि वह छोटे भाई का सुरक्षा और देखभाल करे. അല്ലേ, ബഡേ ഭായിൻ്റെ കർത്തവ്യമാണ് ചെറിയ കുഞ്ഞനുജനെ നോക്കേണ്ടത്. अले यह परिवार में बड़े और छोटे के बीच जिम्मेदारी और स्नेह का एक महत्वपूर्ण संदेश है. माँ चाहती है कि चटपट समझे कि उसे नड़कड़ का ध्यान रखना उसकी जिम्मेदारी है. नड़कड़ है ऐसा क्यों कहा गया है? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നടുക്കട് കുറച്ചധികം നടുക്കടാണ്, നോട്ടിയാണ് അല്ലേ. എന്തുകൊണ്ടാ? नटखट कुछ ज़्यादा ही नटखट है, ऐसा इसलिए है कहा गया है क्योंकि नटखट हमेशा गेल और मस्ती में रहता था. एप्पोഴും കളിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. वह रास्ते में पोखर के पानी में मछलियाँ देखते हैं, बरगद की जड़ों पर झूलता और खेते में खाने की चीज़ खोजता गा. उसकी यही शरारतों और धीमी गति से चलना ചട്പട്കോ പരേഷാൻ കർത്തി ദി. അല്ലേ, അവന് കുളത്തിലെ മീനുകളെ നോക്കി നിൽക്കും. പിന്നെ എന്താണ്, ബർഗദിൻ്റെ അത് മലത്തിൻ്റെ വേരുകളിൽ ഇങ്ങനെ ആടിക്കളിക്കും അല്ലേ. ഇതൊക്കെ കൊണ്ടാണ് അതുകൊണ്ടാണ് ഹീസ് നോട്ടി അല്ലേ, കുസ് ജ്യാദാ ഹി നട്ഖട് ഹേ എന്ന് പറയാൻ കാരണം. कपड़े सुखाने के लिए दोनों भाइयों ने एक उपाय किया और क्या क्या उपाय हो सकता है? ഓക്കെ. അപ്പോൾ അവരുടെ വസ്ത്രം ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപായം ചെയ്തു അല്ലേ. എന്താ? ധോനും ദൗത്യ, രണ്ടാളും മൂടി. ബാക്കി വേറെ എന്തൊക്കെ ഉപായം ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ധൂപ് മേ ബൈഠ്ന അല്ലേ, വെയിലത്ത് ഇട്ടിട്ട് ഉണക്കാൻ പറ്റും അല്ലേ. ഓക്കെ, നല്ല വെയിലുള്ള സമയത്ത് അത് ഉണക്കാൻ പറ്റും. പിന്നെ എന്താ, ഹവാമേ ചുലാന, നല്ല കാറ്റ് അല്ലേ. ഏതെങ്കിലും वो अपने कपड़े की किसी पेड़ की शाखा पर या किसी अन्य ऊंची जगह पर लटाकर हवा में सूखने के लिए छोड़ा था. നല്ല കാറ്റ് കൊണ്ട് അത് ഉണങ്ങി കിട്ടും. കപ്പടേക്കോ നിച്ചെണ്ണ എന്ന് വെച്ചാൽ നന്നായിട്ട് പിഴിയുക അല്ലേ. കപ്പടിനെ നന്നായിട്ട് പിഴിഞ്ഞ് അതും ഇങ്ങനെ എന്താണ് എവിടെയെങ്കിലും ഒന്ന് കാറ്റത്ത് ഇട്ടാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ. ഓക്കെ. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ.